വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്, CT സ്കാൻ റിപ്പോർട്ട്. ഏകദേശം 750 വർഷം പഴക്കമുള്ള ഒരു ഐതിഹാസിക ഹരിതഭൂമിയിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജൂറ ആൽപ്സ് പർവ്വതങ്ങൾ വിരിപ്പെട്ട തൂമഞ്ഞ് പുതപ്പിൽ സ്വപ്നം കണ്ടുറങ്ങുന്ന സ്വിറ്റ്സർലൻഡിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. അകലെ പച്ചച്ച താഴ്വാരങ്ങളിൽ വളപ്പൊട്ടുകൾ പോലെ സ്വിസ് വീടുകൾ കാണാം. പഴയ റോമാ സാമ്രാജ്യത്തിന്റെ പ്രൗഢി കൂടിയ വിശ്വാസികളുടെ ഭൂമി. അവിടെവിടെ തനത് വാസ്തു തെറ്റിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങൾ കാണാം. യൂറോപ്പിന്റെ കേന്ദ്രബിന്ദുവാണ് ഈ ഭൂമിക. പച്ചയുടെ നിറഭേദങ്ങൾ കാണാം. റോൺ, റൈൻ നദികൾ സ്വരുക്കൂട്ടിയ സ്വിസ്സിലെ ഹരിതഭൂമിയിലിരുന്നു തടാകക്കരയിലിരുന്നു സ്വിസ് ഹംസങ്ങളോട് പ്രണയ സഞ്ചാരം നടത്തിയിരുന്നു. നമുക്ക് ആ പ്രണയഹംസങ്ങളുടെ കഥകൾ കേൾക്കാം. അവരോടൊപ്പം ഈ പൂപ്പന്തലുകളിൽ, ഈ സ്വപ്ന തടാകങ്ങളിൽ എന്നോടൊപ്പം നീന്തി തുടിക്കാം. സെൽഫി എടുത്ത് തിമിർക്കുന്നവരെ കാണാം ഇവിടെ. റൈൻ നദിയുടെ കൈവഴികളിലൂടെ ബഹുവർണ്ണ കൊടികൾ ചാർത്തിയ കച്ചവട ബോട്ടുകളും വിനോദസഞ്ചാര ബോട്ടുകളും ഇഴഞ്ഞൊഴുകുന്നത് കാണാം. സ്വിസ് ഹംസങ്ങൾ നീന്തി തുടിക്കുന്നത് കാണാം. നീലജല വിസ്മയങ്ങളിൽ സ്വിസ് സുന്ദരിയെ ധ്യാനിച്ച് നിർവൃതി അടയുന്ന സഞ്ചാരികളെ കാണാം. നദിക്കരയിൽ തിരയിളക്കങ്ങൾ പോലെ സ്വിസ് വാസ്തു നിർമ്മിതികൾ കാണാം. ഫ്രഞ്ച് വിപ്ലവങ്ങളും ലോകമഹായുദ്ധങ്ങളും കണ്ട് മനസ്സും ശരീരവും മഞ്ഞിൽ ഉറഞ്ഞുപോയ ഒരു സ്വപ്നഭൂമിയാണ് സ്വിറ്റ്സർലൻഡ്. ആരോടൊക്കെയോ കൂട്ടുകൂടാൻ പാടുപെട്ടിട്ട് ആരോടും കൂട്ടുകൂടാനാവാതെ ബൈബിളിന്റെ വിശ്വാസ പ്രമാണങ്ങൾ ഇന്നും വിശ്വസിച്ച് ആശ്രമ സമാനമായ ഭവനങ്ങളിൽ ധ്യാനനിരതരായി കഴിയുകയാണ് ഈ അന്തർമുഖ ജനത. ഒപ്പം റൈൻ നദിയെ മുത്തമിട്ട് ഒരു സുവർണ സംസ്കാരത്തിന്റെ തൊടുകയുമായി ആകാശത്തേക്ക് പ്രാർത്ഥനാ നിർഭരങ്ങളിൽ ഘനീഭവിച്ചു കഴിയുന്ന കൊച്ചു കൊച്ചു ഗോപുരങ്ങളും ദേവാലയങ്ങളും മനുഷ്യാലയങ്ങളും നമുക്കിവിടെ ഈ സ്വപ്ന തീരങ്ങളിൽ കാണാം. പച്ചയുടെ വർണ്ണരാജികളിൽ വിരിയിക്കുന്ന 26 പ്രവിശ്യങ്ങളുമായി പടിഞ്ഞാറൻ യൂറോപ്പിൽ ഒരു മാസ്മരിക വിസ്മയമായി ഈ ഭൂമിക
ലോകത്തിൻ്റെ സ്വർഗമായി വിടർന്നു കിടക്കുന്നു. മധ്യകാലങ്ങളിലെ ക്രൈസ്തവ പടയാളികളുടെ നിരന്തരമായ കുടിയേറ്റങ്ങളും കുടിയിറക്കങ്ങളുമായി ഇവിടേക്ക് ചേക്കേറിയ ക്രിസ്തുവിൻ്റെ പോരാളികൾ ഇന്ന് വത്തിക്കാനിൻ്റെ മുഴുവൻ പോരാളികളാണ്. പോപ്പിൻ്റെ കാവൽ മാലാഖമാരാണ്. ചോരയുടെ ചുവന്ന പശ്ചാത്തലത്തിൽ 4 സമതലമുള്ള പരിശുദ്ധ കുരിശ് നെഞ്ചിലേറ്റുന്ന അവരെ നാം സ്വിസ് ഗാർഡ്സ് അഥവാ സ്വിസ് പട്ടാളക്കാർ എന്ന് വിളിച്ചുപോലും അന്നും ഇന്നും ആശങ്കകളില്ലാതെ കുടിയേറുന്നവരുടെയും കുടിയിറങ്ങുന്നവരുടെയും പരിശുദ്ധ രാജ്യം തന്നെ. സാർവലൗകിക മനുഷ്യത്വത്തിന്റെ ചുവന്ന കുരിശിന്റെ ഭൂമിയിലെ സ്വർഗരാജ്യം. റെഡ് ക്രോസിന്റെ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ രാജ്യം. മതപരിവർത്തനത്തിന്റെ പൊള്ളുന്ന കാലഘട്ടത്തിലെ അഗ്നി പരീക്ഷകളെ അതിജീവിച്ചു തികച്ചും നിഷ്പക്ഷ സമീപനം കൊണ്ട് നിലനിന്നവരാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം. ആ നിഷ്പക്ഷ സമീപനം കൊണ്ട് തന്നെയാണ് ഇവർ ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും 2 ലോകമഹായുദ്ധങ്ങളുടെയും ചോരക്കളം നീന്തിക്കയറിയത്. ആ ഭയാശങ്കകൾ ഇന്നും ശിശുകാരുടെ മുഖത്ത് മഞ്ഞുമൂടി കിടക്കുന്നത് കാണാം. അവർ അങ്ങനെയൊന്നും എളുപ്പത്തിൽ ചിരിക്കില്ല. മുഖപ്രസാദത്തിന്റെ തിരികൾ തെളിയിക്കില്ല. അവരും കുട്ടികളും അവരുടെ സൈക്കിളുകളും ഈ തടാകക്കരയിലിരുന്ന് ഏതോ ഏകാന്തതയിൽ ദുരൂഹ ദിവാസ്വപ്നങ്ങളും കണ്ട് ഹംസങ്ങളെ താലോലിച്ചും സ്വയം ഓമനിച്ചും കഴിഞ്ഞുപോകും. അപ്പോഴും ഹംസങ്ങൾ അവരെ സന്തോഷിപ്പിച്ചും സമാധാനിപ്പിച്ചും കൊണ്ടിരിക്കും. അവരിൽ ചിലരെങ്കിലും
തടാകക്കരയിലെ റെസ്റ്റോറന്റ് കളിയും ചിരിയുമില്ലാതെ ചുവന്ന സ്വിസ് മുന്തിരിച്ചാറും സ്വിസ് ചീസും നുണഞ്ഞങ്ങനെ അയൽ രാജ്യങ്ങളായ ഫ്രാൻസും ജർമ്മനിയും ബെൽജിയവും ഇറ്റലിയും പങ്കിട്ടെടുക്കുന്ന അതിർരേഖകളുമായി പണ്ടെങ്ങോ നടന്ന ശീതയുദ്ധങ്ങൾ കണ്ട പുൽമേട്. അന്നവർ പരിശീലിച്ച അതേ നിഷ്പക്ഷതയെ ദേശീയ അടയാളമാക്കി സ്വന്തം കാലിൽ യൂറോപ്യൻ യൂണിയനോട് സമദൂരവും ഐക്യദാർഢ്യവും പാലിച്ചു കഴിയുകയാണ് ഇന്ന് സ്വിറ്റ്സർലൻഡ്. യൂറോപ്പിലെ എല്ലാ മനുഷ്യരും കയറിയിറങ്ങുന്ന തെരുവുകളും ബസ്സുകളും ട്രാമുകളും പോലെ യൂറോപ്പിന്റെ എല്ലാ സംസ്കൃതിയോടും അവർ നീതി പുലർത്തുന്നുണ്ടാവണം. ഇവിടുത്തെ തെരുവ് റെസ്റ്റോറന്റുകൾ അതൊക്കെ നേർസാക്ഷ്യം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷയ്ക്കുമുണ്ട് ഒരു നിഷ്പക്ഷതയുടെ ഏകാന്ത വിനിമയ സ്വഭാവം. ഫ്രഞ്ചും ജർമ്മനും സാധാരണമാണ് ഇവിടെ. പിന്നെ രണ്ടും കൂടി ചേർന്ന ഒരുതരം സ്വിസ് ഭാഷ. അതുകൊണ്ട് തന്നെ ഈ ഭാഷ വഴങ്ങാനും ബുദ്ധിമുട്ടാണ്. ആ സ്വിറ്റ്സർലൻഡിലൂടെയാണ്, ആ കുളിർകാറ്റിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. കണ്ണെത്താ ദൂരങ്ങൾക്കപ്പുറത്തും കാണാമറയത്തും പച്ചവിരിപ്പിട്ട് ഇവിടങ്ങളിൽ സ്വിസ് മണിത്താളങ്ങളിൽ മേയുന്ന കാമധേനുക്കളെ കാണാം. അവർ നട്ടുനനച്ചുണ്ടാക്കിയ പഴങ്ങളും അവർ വാറ്റിയെടുത്ത ചുടുവീഞ്ഞ് ഭരണികളും കാണാം. സൂര്യൻ ഒളിച്ചു കളിക്കുന്ന ഇവിടെ ഇടയ്ക്കിടെ വെളിച്ചവും നിഴലും ഈ പച്ച കമ്പളങ്ങളിൽ ഇളക്കവും തിളക്കവും തീർക്കുന്നത് കാണാം. ഈ ഋതുമതിയുടെ ഹരിതാപമായ മുഖശ്രീക്ക് ശേലുകൂട്ടുന്ന മുഖക്കുരുക്കൾ പോലെ അവിടെവിടെ ശിരസിൽ ത്രികോണ പരിവേഷം ചാർത്തിയ കുഞ്ഞു കുഞ്ഞു കളിവീടുകൾ കാണാം. അവയുടെ മുകളിൽ പാൽഗംഗ തുപ്പുന്ന കൊച്ചു കൊച്ചു പൂങ്കുഴലുകൾ കാണാം. നീലാകാശവും പച്ചച്ച താഴ്വാരങ്ങളും ഇണചേരുന്നത് കാണാം.
സംഭവിക്കില്ലെന്നറിയാമെങ്കിലും അപ്പോഴൊക്കെ അവിടങ്ങളിലൊന്നിറങ്ങി കറങ്ങണമെന്ന് തോന്നാം. ഇതെല്ലാം കാണുമ്പോൾ നാം തന്നെ അറിയാതെ പറഞ്ഞു പോകും, ഇത് ഭൂമിയിലെ സ്വർഗമാണ്. $41,000 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പച്ചയിൽ കഴിഞ്ഞുകൂടുന്നത് 8 ലക്ഷം മനുഷ്യരാണ്. പക്ഷേ അവരിൽ പലരും ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികളാണ്. സ്വിസ്സുകാരിൽ പലരും വിദേശത്തുമാണ്. ഈ ജാലക കാഴ്ചകളാണ് ആനന്ദകരം. നേർക്കാഴ്ചകൾ ഒരുപക്ഷെ ഈ ആനന്ദം കെടുത്തുമോ എന്ന ഭയമുണ്ട് എന്നിലെ സഞ്ചാരി. അത്രയ്ക്കും സ്നിഗ്ധമാണ്, പവിത്രമാണ് ഈ നയനഭോഗാനുഭവങ്ങൾ. വിദൂര കാഴ്ചകളിൽ നമ്മെ പ്രസാദിപ്പിക്കുന്ന ഇവിടുത്തെ വീടുകൾ സമീപ കാഴ്ചകളിൽ നമ്മെ അത്രയ്ക്കും പ്രസാദിപ്പിക്കുന്നില്ല. രാത്രിയിൽ പോലും അരണ്ട പ്രകാശത്തേക്കാൾ കൂടുതൽ പ്രകാശം കാണില്ലിവിടെ. നിറയെ പൂക്കളും ചിലപ്പോഴെങ്കിലും ആപ്പിളും പൂത്തുലഞ്ഞു കിടക്കുന്ന ഈ വീടുകളിലും തെരുവുകളിലും മനുഷ്യരെ അത്യപൂർവമായി കാണാറുണ്ട്. ഉള്ളവരിൽ തന്നെ കൂടുതലും സ്ത്രീകളാണ്. അവർ അവരുടെ ഓമന ശുനകന്മാരെയും കൊണ്ട് ഇവിടത്തെ പച്ച പർവ്വതാനികളിൽ ഉലാത്തുന്നത് കാണാം. മറ്റു ചിലപ്പോൾ വൃദ്ധ ദമ്പതിമാരെയും കാണാം. അവരിലൊന്നും ചിരിയും പ്രസാദവും കാണില്ല. നീലമലകൾ മേലാപ്പ് ചാർത്തിയ ഇവിടെ കൂടുതലും പുൽമൈതാനങ്ങളാണ്. പുല്ലിന്റെ പുളകം ചൂടിയ പച്ച താഴ്വാരങ്ങളാണ്. ഇടയ്ക്ക് പൊട്ടേറ്റോ പാടങ്ങൾ കാണാം, ചോളം പൂത്ത പാടങ്ങൾ കാണാം, കരിമ്പച്ചയുടെ കറുകറുത്ത കാടുകൾ കാണാം, തൂമഞ്ഞണിഞ്ഞ നീലച്ച പർവ്വത മേലാപ്പുകൾ കാണാം. പർവ്വതങ്ങളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്ന വെള്ളിമേഘങ്ങളെ കാണാം. നീലയും പച്ചയും വെള്ളയും വിസ്മയം തീർക്കുന്ന തടാകങ്ങൾ കാണാം. ഈ സ്വപ്ന തടാകങ്ങളിൽ നീന്തിക്കളിക്കുന്ന ഹംസങ്ങളെ. സ്വിസ് സ്ത്രീകൾ മാത്രമാണ് ഇവിടങ്ങളിൽ കൂടുതലായും ജീവിക്കുന്നത്. അതിൻ്റെ ഒരു ഏകാന്ത ഭാവം ഈ കാണുന്ന വീടുകളിൽ നിന്ന് നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. എന്തൊരു കാതരമായ കാമനകളാണ് ഈ നിർമ്മിതികൾ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ സ്ത്രീകളുടെ കുടുംബാന്തസ്സിലേക്കുള്ള ദൂരവും ഏറെ കൂടുതലാണ്. അവർ ഏകാന്തതയെ കാമിക്കുന്നവരാണ്. അവർ ഇവിടങ്ങളിലെ തടാകങ്ങളിലെ ഹംസങ്ങളെയും മാറിലെ ഓമന ശുനകന്മാരെയും പരിചരിച്ചും പരിപാലിച്ചും കഴിഞ്ഞു. ഫെഡറൽ ഭരണ സംസ്കാരമുള്ള ഇവിടം മതസൗഹാർദ്ദത്തിന്റെ സ്വർഗഭൂമിയാണ്. കൂടുതലും ക്രിസ്ത്യാനികളാണ്. അവരിൽ തന്നെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരാണ് ഭൂരിഭാഗം. സർക്കാരിന്റെ ധനസഹായമുള്ള പള്ളികൾ കാണാം ഇവിടെ. നമ്മുടെ പള്ളികളിലേതുപോലെ തിരക്കുമില്ലാത്ത പള്ളികളാണ് ഇവിടെ കൂടുതൽ. ഈശ്വര വിശ്വാസത്തോളം തന്നെ ദൃഢവും ശാസ്ത്രീയതയുമുള്ള ശാസ്ത്രബോധവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ഹൈടെക് ഭൂമി കൂടിയാണ് സ്വിറ്റ്സർലൻഡ്. കൃത്യതയുള്ള സമയചക്രങ്ങളും നാടിമിടിപ്പുള്ള കുയിൽനാഥമുള്ള നാടാണ് സ്വിറ്റ്സർലൻഡ്. ഇൻസ്റ്റന്റ് കോഫിയും വേഗത്തിൽ പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്ന സിപ്പും കണ്ടുപിടിച്ചവരാണിവർ. പാലുമിഠായിയും കമ്പ്യൂട്ടർ മൗസും
കണ്ടുപിടിച്ചവർ. സൗരോർജം കൊണ്ട് വിമാനം ഓടിക്കുന്നു. അങ്ങനെ സ്വിസ് മിലിറ്ററി ടെക്നോളജിയുടെ വിസ്മയങ്ങൾ പലതാണ്. ആൽപ്സ് ഒഴുക്കുന്ന മഞ്ഞിനെ തടാകങ്ങളിൽ സൂക്ഷിക്കുന്നവരാണ്. നദികളായ റോണിനും റൈനും റിയൂസിനും ജലഗോപുരങ്ങൾ തീർത്തവർ. ഭൂമിയിൽ ജലഗോപുരങ്ങൾ പണിതുയർത്തിയ ആദ്യത്തെ രാജ്യം കൂടിയാണ് സ്വിറ്റ്സർലൻഡ്. എന്നും ഇവിടെയും പൂച്ചൂടി നിൽക്കുന്ന ഒരേ ഒരു സ്വപ്ന സ്വർഗം സ്വിറ്റ്സർലൻഡ്. അതേസമയം സന്ധ്യ മയങ്ങുമ്പോഴേക്കും കെട്ടുപോകുന്ന കെടാവിളക്കാണ് സ്വിറ്റ്സർലൻഡ്. വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്, CT സ്കാൻ റിപ്പോർട്ടർ.